ഇന്ന് ജമാഅത്തെ ഇസ്ലാമിനെ തലയിൽ വെച്ച് രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പൊ ആരാണ് കിടക്കേണ്ടത് പുറത്ത്? ശരിയാണ്, അവർ പറഞ്ഞത് കറക്റ്റാണ്, കടക്ക് പുറത്ത്. പക്ഷേ കടക്ക് പുറത്ത് കോൺഗ്രസ്, കടക്ക് പുറത്ത് ജമാഅത്തെ ഇസ്ലാമി. ഇതാണ് ജനങ്ങൾ പറയുന്നത്. ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ചിലർ അങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താണ് ഇതിന്റെ മറ്റൊരു പരിപാടിയാണോ, അങ്ങനെ ഇതുവരെ നടന്ന ഒരു യോഗത്തിനെ പോലെ തന്നെയാണോ? അല്ല, ഇത് ആദ്യമായിട്ടാണ് NDAന്റെ നേതൃ ക്യാമ്പ്, ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് നമ്മൾ ചെയ്യുന്നത്. ഇനി എലക്ഷൻ കഴിയുന്നവരെ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ഇനി നടക്കില്ല. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥന, ഇത് പ്രസംഗം കേൾക്കാനോ പ്രസംഗിക്കാനല്ല യോഗമല്ല. ഇന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടി സെഷൻസ്, 5-6 സെഷൻസ് നിർദ്ദേശനം, ഈ വരാൻ പോകുന്ന 60 ദിവസം നമ്മൾ എങ്ങനെയാണ് തുഷാർജി പറഞ്ഞ പോലെ NDAനെ ജയിപ്പിക്കേണ്ടത്, അതിന്റെ ഒരു രീതിയും അതിന്റെ ഒരു തന്ത്രത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഗൗരവമായിട്ട് എടുക്കുക. ഇത് പ്രസംഗത്തിന്റെ ഒരു യോഗമല്ല. ആരും പ്രസംഗിക്കാൻ ഇവിടെ വന്നിട്ടില്ല. പ്രസംഗം കേൾക്കാനും നിങ്ങൾ ഇരിക്കണ്ട. 7 മണി വരെയാണെന്ന് നിങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം നോക്കുമ്പോൾ അയ്യോ ഇത്ര പേര് പ്രസംഗിക്കാൻ പോകുന്നുണ്ടോന്ന് അങ്ങനെ ചിന്തിച്ചാൽ ഇതെല്ലാം പ്രസംഗമല്ല. കൃത്യമായി നിങ്ങളുടെ വർക്കിന് വേണ്ടി വരാൻ പോകുന്ന 60 ദിവസം നമ്മളുടെ പൊളിറ്റിക്കൽ വർക്കിന് വേണ്ടി ചില കാര്യങ്ങൾ ഇവിടെ ചില എക്സ്പേർട്സ് വന്ന് അവതരിപ്പിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ, ഈ ലക്ഷ്യം, ഈ യോഗത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നാരായൺ ഗുരുദേവൻജിന്റെ ഒരു ഫേസ് ഉണ്ട്. ഞാൻ എപ്പോഴും കുറെ കാലമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതും വായിക്കുന്ന ഇതിനെക്കുറിച്ച് വായിക്കുന്നതും എനിക്ക് ഇൻസ്പിറേഷൻ തന്ന ഒരു വാക്കാണ്, ഒരു ഫ്രേസാണ്, സംഘടന കൊണ്ട് ശക്തരാവുക. NDA എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷന്റെ മുമ്പ് NDA ശരി BJP ആണ്, അതിൽ വേറെ ചെറിയ ചെറിയ പാർട്ടീസ് മാത്രമേ ഉള്ളൂ, ശക്തമായ ഒരു മുന്നണിയല്ല എന്നാണ് ജനങ്ങളുടെ മനസ്സിൽ ഒരു പെർസെപ്ഷൻ. പക്ഷേ ഈ യോഗത്തിൽ സാബുജിയുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിജിയുണ്ട്, മറ്റ് NDA മുന്നണിയുടെ ഭാഗമായ നേതാവുകൾ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഒരു മെസ്സേജ് നമ്മൾ പുറത്തു കൊടുക്കുന്നത്, ദേശീയ ജനാധിപത്യ സഖ്യം ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നത് ജയിക്കാൻ വേണ്ടിയാണ് എന്നൊരു കൃത്യമായ ഈ യോഗത്തിൽ ഒരു മെസ്സേജ് പോകും. അപ്പോ സംഘടനയെ ശക്തമാക്കുക. BJPന്റെ മാത്രമല്ല, BDJന്റെ മാത്രമല്ല, 2020ന്റെ മാത്രമല്ല, മറ്റ് മുന്നണി പാർട്ടീസിനും ശിവസേന അങ്ങനെ പാർട്ടി മാത്രമല്ല, ഒരുമിച്ച് NDAന്റെ സംഘടന ബൂത്ത് തലത്തുനിന്ന് അസംബ്ലി സെഗ്മെന്റ് വരെ ആ ഓർഗനൈസേഷന്റെ ശക്തമാക്കുന്ന, അതാണ് നമ്മുടെ ഈ യോഗത്തിന്റെ മറ്റൊരു ലക്ഷ്യം. ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രസംഗത്തിന്റെ സമയമല്ല, പ്രസംഗിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ 2-3 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വരുന്ന ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷൻ, കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷൻ, നാടിന്റെ വികസനം, നാട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് അത് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നാടിന്റെ നന്മയും സമാധാനവും ഈ രാഷ്ട്രീയ സംസ്കാരവും ഇത് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ജമാഅത്താണോ ഈ നാടിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്? ശബരിമല കൊള്ളക്കാരാണോ നാടിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്? ഈ ഇലക്ഷനാണ് അത് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോ ഇത് NDAക്ക് ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് ഞാൻ കാണുന്നില്ല, അത് മാത്രമായിട്ട് കാണുന്നില്ല. ഇത് സാധാരണ കേരളീയൻ, സാധാരണ മലയാളി, അവരുടെ ഭാവി, അവരുടെ കുടുംബത്തിന്റെ ഭാവി, അവരുടെ നാടിന്റെ ഭാവി തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. അപ്പോ നമ്മൾ പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ പൊളിറ്റിക്കൽ വർക്ക്, ഇലക്ഷൻ വരുന്നു, ബൂത്ത് വർക്ക് ചെയ്യുന്നു, ശക്തി കേന്ദ്ര വർക്ക് ചെയ്യുന്നു, അതിന്റെ അപ്പുറം നമ്മളുടെ
മനസ്സിൽ ഒരു ആത്മവിശ്വാസവും ഒരു കോൺഫിഡൻസും ഒരു നമ്മുടെ ഈ എലക്ഷൻ ഒരു സാധാരണ എലക്ഷൻ അല്ല എന്ന് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാവണം. ആ സങ്കല്പം ഈ യോഗത്തിൽ നമ്മൾ എടുക്കണം. നമുക്ക് വേണം വികസിത കേരളം, നമുക്ക് വേണം വിശ്വാസ സംരക്ഷണം, നമുക്ക് വേണം സുരക്ഷിത കേരളം. നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ജനങ്ങൾക്ക്. അതിന് മാറാത്തത് ഇനി മാറണം. അതാണ് ഈ ഇതിന്റെ ലക്ഷ്യം. ഞാൻ ഇവിടെ എല്ലാവർക്കും അറിയാം, എത്രയോ എക്സ്പീരിയൻസ് ഉള്ള പ്രവർത്തകരാണ് എല്ലാ പാർട്ടീസിൽ നിന്നും. മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM ഈ നാടിനെ എന്ത് ചെയ്തു? എന്നിട്ട് ഇന്ന് CPM 10 കൊല്ലം ഭരിച്ച CPM ഇന്ന് എന്താ പറയുന്നത്? ഒന്നായി തുടരാം. എന്തു തുടരും? ശബരിമല കൊള്ളയോ? എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്? ശബരിമല കൊള്ള തുടരുന്നോ? വിലക്കയറ്റം തുടരുന്നോ? തൊഴിലില്ലായ്മ തുടരുന്നോ? അഴിമതി തുടരുന്നോ? ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആവശ്യമില്ല, ഇനി അത് വേണ്ട. മാറ്റമാണോ ജനങ്ങളുടെ ആവശ്യം? മാറ്റം ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് എന്താണ്? മാറ്റും നമ്മൾ. മാറാത്തത് ഇനി മാറും, മാറ്റും നമ്മൾ ഇനി NDA. ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം. മറുവശത്ത് കോൺഗ്രസ് എന്ത് പറയുന്നു? കടക്ക് പുറത്ത്. അല്ല, ഇവർക്ക് നാണമില്ല. 10 കൊല്ലം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഭരിച്ചു. ഭീകരമായ അഴിമതി ചെയ്ത പാർട്ടി കോൺഗ്രസ് പാർട്ടി. ഇവിടെ എത്ര തവണ ഭരിച്ചു? ഇവിടെയും എത്ര അഴിമതി ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിനെ തലയിൽ വെച്ച് രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പൊ ആരാണ് കിടക്കേണ്ടത് പുറത്ത്? ശരിയാണ്, അവർ പറഞ്ഞത് കറക്റ്റാണ്, കടക്ക് പുറത്ത്. പക്ഷേ കടക്ക് പുറത്ത് കോൺഗ്രസ്, കടക്ക് പുറത്ത് ജമാഅത്തെ ഇസ്ലാമി. ഇതാണ് ജനങ്ങൾ പറയുന്നത്.